ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ടീച്ചിങ് വേൾഡ് സക്സസ്. ഇന്ന് 5ാം ക്ലാസ്സിന്റെ തന്നെ സാമൂഹ്യശാസ്ത്രത്തിലെ 3ാമത്തെ ചാപ്റ്ററാണ് തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആദ്യത്തെ 2 ചാപ്റ്ററുകളായ പീലിയുടെ ഗ്രാമവും ഭക്ഷണവും മനുഷ്യരും ക്ലാസ് എടുത്തിട്ടിട്ടുണ്ട്. അതുപോലെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. രണ്ടും 2 വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ചാപ്റ്ററിലേക്ക് പോവാം. തൊഴിൽ വൈവിധ്യങ്ങൾ. വരുമാനം. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അടുത്തത് തൊഴിൽ. തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ തുടക്കത്തിൽ NV കൃഷ്ണവാര്യരുടെ കുറച്ച് ഭാഗമാണ് പറഞ്ഞിരിക്കുന്നത് കവിതയുടെ. അതിലൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞെന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യത്തിന് ഒന്നാമൻ കൃഷിക്ക് പോകുമെന്നൊരു മറുപടിയാണ് പറയുന്നത്. രണ്ടാമൻ പണം മുടക്കി കോടികൾ ചെലവാക്കി കച്ചവടം ചെയ്യുമെന്ന് പറയുന്നു. മൂന്നാമൻ നാട്ടിലുള്ള ശിശുക്കളെ എല്ലാം കൂട്ടി ഒരു വിദ്യാലയം ആരംഭിക്കുമെന്ന് പറയുന്നു. നാലാമൻ പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോകുമെന്നും ഭാരത രാജ്യത്തിനെ പരിപാലിക്കുമെന്നും പറയുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ തൊഴിലിന്റെ മഹത്വത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോ എഴുതുകാരെന്ന് ഓർത്ത് വെച്ചേക്കുക, NV കൃഷ്ണവാര്യർ. NV കൃഷ്ണവാര്യർ. അപ്പൊ എന്താണ് തൊഴിൽ? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്ന് പറയുന്നത്. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. അപ്പോൾ നമുക്ക് തൊഴിലിന് പ്രതിഫലമായിട്ട് കിട്ടുന്ന എന്താണ്? കൂലി അല്ലെങ്കിൽ ശമ്പളമാണ്. തൊഴിലിന് പ്രതിഫലമായിട്ട് കിട്ടുന്നത് കൂലി അല്ലെങ്കിൽ ശമ്പളമാണ്. അപ്പോൾ വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം എന്താണ്? തൊഴിലാണ് വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് കൂലിയും ശമ്പളവും. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. എന്താണ് കൂലി? കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെ ആവാം? മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിച്ച് നൽകുന്നത്. അപ്പൊ മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിൽ കൂലി നൽകാം. ഇനി എന്താണ് ശമ്പളം എന്ന് പറഞ്ഞാല്? പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത്. ശമ്പളം പ്രതിമാസ അടിസ്ഥാനത്തിലും കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിന്റെയോ അടിസ്ഥാനത്തിലും നൽകുന്നു. വരുമാന സ്രോതസ്സുകൾ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നു. ഏതിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കുന്നത്? കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നു. എങ്കിൽ എന്താണ് ആസ്തി എന്ന് പറഞ്ഞാല്? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയുന്നത്. വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ. ഏതൊക്കെയാണ് ആ ധനവിഭവങ്ങൾ? കെട്ടിടങ്ങൾ, വസ്തുവകകൾ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ആസ്തികൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പൊ കെട്ടിടങ്ങൾ, വസ്തുവകകൾ ഇതെല്ലാം ആസ്തികൾക്ക് എക്സാമ്പിൾ ആണ്. വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. നമുക്ക് വരുമാനം ലഭിക്കുന്ന അല്ലെങ്കിൽ വരുമാനം നൽകുന്ന എന്തെന്ന് പറയാം? വരുമാന സ്രോതസ് എന്ന് പറയാം. വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിന്റെ തന്നെ ഒരു കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗമായിട്ട് ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചിരുന്നാലും മതിയാവും. വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? കൃഷിയുണ്ട്, തൊഴിൽ, ബിസിനസ്, ബാങ്ക് നിക്ഷേപം, ആസ്തികൾ, ഓഹരി നിക്ഷേപങ്ങൾ, ഇതെല്ലാം തന്നെ വരുമാന സ്രോതസ്സുകളാണ്. ഈ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് തൊട്ടിപ്പുറത്തുള്ള ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതായത് വരുമാന സ്രോതസ്സായ കൃഷിക്ക് ലഭിക്കുന്ന വരുമാനമാണ് വിള എന്ന് പറയുന്നത്. മറ്റൊരു വരുമാന സ്രോതസ്സാണ് തൊഴിൽ എന്ന് പറയുന്നത്. അതിന് ലഭിക്കുന്ന വരുമാനം കൂലി അല്ലെങ്കിൽ ശമ്പളമാണ്. ബിസിനസ്സിന് ലഭിക്കുന്ന വരുമാനം ലാഭം എന്ന രീതിയിലാണ്. ബാങ്ക് നിക്ഷേപത്തില് നമുക്ക് പലിശയായിട്ട് ലഭിക്കുന്നു. ആസ്തികളിൽ നിന്നും വാടക അല്ലെങ്കിൽ പാട്ടം എന്ന രീതിയിൽ ലഭിക്കുന്നു. ഓഹരി നിക്ഷേപങ്ങൾ
ലാഭവിഹിതമായിട്ടാണ് വരുമാനം ലഭിക്കുന്നത്. അപ്പൊ വരുമാന സ്രോതസ്സുകൾ, വരുമാനം ഒന്ന് നോക്കി വെച്ചേക്കാം. മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതികളിൽ ചോദിക്കാം. ആസ്തികൾ, വാടക അല്ലെങ്കിൽ പാട്ടം, അതുപോലെ കൃഷി, വിള, തൊഴിൽ, കൂലി അല്ലെങ്കിൽ ശമ്പളം, ബിസിനസ്, ലാഭം, ബാങ്ക് നിക്ഷേപം, പലിശ, ആസ്തികൾ, വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപം, ലാഭവിഹിതം. ഇതൊന്ന് നോക്കി പഠിച്ചു വെച്ചേക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് എഴുതി ഇട്ടേക്കാം. വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ വരുമാനവും വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. അപ്പൊ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് തന്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശയും അതുപോലെ കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും അയാളുടെ വരുമാനമാണ്. തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം. എന്താണ് വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തിന് പറയുന്ന പേരാണ് കുടുംബ വരുമാനം. തൊഴിലുകൾ വിവിധ തരം. കാർഷിക തൊഴിലുകൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്. കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഏതൊക്കെയാണ് കാർഷിക തൊഴിലുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്? കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് കൃഷിയാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണ്? കൃഷിയാണ്. ഇക്കണോമിക് റിവ്യൂ പ്രകാരം, അതായത് 2022-2023 ഇക്കണോമിക് റിവ്യൂ പ്രകാരം ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ്. 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ കാർഷിക തൊഴിലുകൾ പറഞ്ഞു. കന്നുകാലി വളർത്തല്, മത്സ്യകൃഷി, ഇതെല്ലാം തന്നെ കാർഷിക തൊഴിലുകളാണ്. എന്നാൽ ഏതൊക്കെയാണ് കാർഷികേതര തൊഴിലുകൾ എന്ന് പറയുന്നത്? വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. അതിൽ ഏതൊക്കെയാ വരുന്നത്? വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? കാർഷികേതര തൊഴിലുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ? ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെ അറിയപ്പെടുന്നതാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. ആരുടെയും കീഴിലല്ലാതെ, ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെ സ്വയം തൊഴിൽ എന്ന് പറയുന്നു. സ്വയം തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ ചെയ്യുന്നത്? സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി തന്റെ സംരംഭത്തിന്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നുണ്ട്. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. സ്വയം തൊഴിലിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു.
അങ്ങനെയുള്ള കുറച്ച് പദ്ധതികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ എനിക്ക് നോക്കിയതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ ഒരു പോർഷൻ ആണ് ഇത്. ടീച്ചേഴ്സിന്റെ ഹാൻഡ് ബുക്കിനകത്ത് കിടക്കുന്ന പോർഷൻ ആണ് കേട്ടോ. ഒന്നാമത്തെ സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. ഒന്നാമത്തെ ഏതാണ്? നവജീവൻ പദ്ധതി. അത് ആർക്കുള്ളതാണ്? മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് നവജീവൻ പദ്ധതി. രണ്ടാമത്തേത് കൈവല്യ. കൈവല്യ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ കൈവല്യ അപ്പൊ ആർക്കുള്ളതായിരിക്കും? ഭിന്നശേഷിക്കാർക്കുള്ളതാണ് കൈവല്യ. ഇനി ശരണ്യ എന്ന് പറയുന്നത് വനിതകൾക്കുള്ളതാണ്. ജീവനം കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കുള്ളതാണ് ജീവനം എന്ന് പറയുന്ന സ്വയം തൊഴിൽ പദ്ധതി. അപ്പൊ നവജീവൻ പദ്ധതി, കൈവല്യ, ശരണ്യ, ജീവനം ഇതെല്ലാം തന്നെ സ്വയം തൊഴിൽ പദ്ധതികളാണ്. നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് മുതിർന്ന പൗരനും, കൈവല്യയുടേത് ഭിന്നശേഷിക്കാർ, ശരണ്യ വനിതകൾ, ജീവനം കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക്. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാല് നവജീവൻ പദ്ധതി എന്ന് പറഞ്ഞ മുതിർന്ന പൗരന്മാർക്കുള്ളതാണെന്ന് പറഞ്ഞു. അതിൽ തന്നെ 50നും 65 വയസ്സിനും മധ്യയുള്ള മുതിർന്ന പൗരന്മാരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അപ്പൊ നവജീവൻ എന്ന് പറയുന്ന സ്വയം തൊഴിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? 50 വയസ്സിനും 65 വയസ്സിനും മധ്യയുള്ള മുതിർന്ന പൗരന്മാർ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം. അതുപോലെ കൈവല്യ ഭിന്നശേഷിക്കാർക്കുള്ള സ്വയം തൊഴിൽ പുനരധിവാസ പരിപാടിയാണ് കൈവല്യ എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ളതാണ് കൈവല്യ. കൈവല്യ എന്നാണ് ആരംഭിച്ചത്? 2016 കൈവല്യ പദ്ധതി ആരംഭിച്ചത്. 2016. 21 വയസ്സിനും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഗുണഭോക്താക്കൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായി പലിശ രഹിത വായ്പാ പദ്ധതിയിലൂടെ നൽകി വരുന്നു. അപ്പൊ എന്താ പറഞ്ഞത്? കൈവല്യ പദ്ധതി ഭിന്നശേഷിക്കാർക്കുള്ളതാണ്. 2016 ആരംഭിച്ചത്. എത്ര വയസ്സാ? 21 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഇത് നൽകുന്നത്. അതുപോലെ പലിശരഹിത വായ്പാ പദ്ധതിയിലൂടെയാണ് ഇത് നൽകി വരുന്നത്. അതും കൂടി ഒന്ന് ഓർമ്മിച്ചു വയ്ക്കാം. ഇനി ശരണ്യ എന്ന് പറയുന്നത് സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത്. സ്ത്രീകൾക്കായി മാത്രം നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ശരണ്യ. അതിൽ തന്നെ വിവാഹമോചനം നേടിയ വനിതകൾ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, തൊഴിൽ രഹിതരായ വിധവകൾ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്കാണ് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ് ശരണ്യയിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത്? സ്ത്രീകൾക്കാണ്. അത് എങ്ങനെയുള്ള സ്ത്രീകളാണ്? വിവാഹമോചനം നേടിയ സ്ത്രീകൾ, പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായ അമ്മമാർ, തൊഴിൽ രഹിതരായ വിധവകൾ, ഭിന്നശേഷിക്കാർ, കിടപ്പിലായ രോഗികളുടെ ഭാര്യമാർ എന്നിവർക്ക് ശരണ്യ എന്ന പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. ലാസ്റ്റ് വൺ ജീവനം. അതിക്രമത്തിനിരയായ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റവർ, കുറ്റകൃത്യത്തിനിരയായി കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അതുമല്ലെങ്കിൽ അവിവാഹിതരായ മകൻ ഓർ മകൾ എന്നിവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജീവനം എന്ന് പറയുന്നത്. അപ്പോൾ ജീവനം സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ജീവനം. അതും കൂടി ഓർമ്മിച്ച് വെക്കാം. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പെട്ടെന്ന് നോക്കണമെങ്കിൽ ഒന്നും കൂടി പറയാം. സ്വയം തൊഴിൽ പദ്ധതികൾ 4 പറഞ്ഞു. നവജീവൻ പദ്ധതി, കൈവല്യ, ശരണ്യ, ജീവനം. ശരണ്യ സ്ത്രീകൾക്കായിട്ടുള്ളതാണ്. കൈവല്യ എന്ന് പറയുന്നത് 2016 തുടങ്ങി 21നും 55നും ഇടയ്ക്ക് പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കുള്ളതാണ് കൈവല്യ. നവജീവൻ പദ്ധതി 50നും 65നും ഇടയ്ക്ക് പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് ഈ പദ്ധതി. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ബോക്സ് എന്ന് പറയുന്നത് വരുമാന സ്രോതസ്സും വരുമാനവും. കൃഷി എന്ന് പറയുന്നത് വരുമാനമായിട്ട് കിട്ടുന്നത് വിളയാണ്. തൊഴിൽ, കൂലി അല്ലെങ്കിൽ ശമ്പളം. ബിസിനസ് എന്ന വരുമാന സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലാഭമാണ്. ബാങ്ക് നിക്ഷേപത്തിൽ പലിശ, ആസ്തികൾ വാടക അല്ലെങ്കിൽ പാട്ടം, ഓഹരി നിക്ഷേപം, ലാഭ വിഹിതം. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ്. ക്ലാസ് ഫുൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരമില്ലാത്തവർക്ക് വോയിസ് ആയിട്ടും കേൾക്കാം കേട്ടോ. താങ്ക് യു.